വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ഒരാൾക്ക് രാത്രി സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന 5 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രഗ്നൻസി ടിപ്സ് ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുകയോ അല്ലെങ്കിൽ സക്സസ് സ്റ്റോറി ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഒരിക്കലും ഞാനൊരു ഡോക്ടറോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അഡ്വൈസ് തരാനായിട്ട് എനിക്ക് സാധിക്കില്ല കേട്ടോ. എപ്പോഴും ഈ ടിപ്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ബോഡിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വേഗത്തിൽ കൺസീവ് ആകും എന്നൊരു അവയർനെസ് നിങ്ങൾക്ക് തരികയാണ് ഈ ഒരു ചാനലിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ ഒരു ജോയിൻ ബട്ടൺ ഓപ്ഷൻ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ജോയിൻ ബട്ടണിലൂടെ കൊടുക്കുന്നത് കേട്ടോ. ഇത് 89 രൂപയ്ക്കും 159 രൂപയ്ക്കും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ റിപ്ലൈ ലഭിക്കുന്നതിനും എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് അയക്കുന്നതിനും വോയിസ് ചാറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ടെലിഗ്രാം അക്കൗണ്ടിന്റെ ഫെസിലിറ്റി നമ്മൾ ഇനേബിൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ചാനലിൽ മെമ്പർഷിപ്പ് 89 റുപ്പീസ് പെർ മന്ത് അല്ലെങ്കിൽ 159 റുപ്പീസ് പെർ മന്ത് എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഈ മെമ്പർഷിപ്പിന്റെ കാലാവധി കഴിയുമ്പോൾ ഗ്രൂപ്പിൽ നിന്നും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിലീറ്റ് ആയി ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നവരും ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കലും ഒരു ഡോക്ടർ അല്ല. അതുകൊണ്ട് ഡോക്ടർ പറയുന്ന അത്രയും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരാനായിട്ട് എനിക്ക് സാധിക്കില്ല കേട്ടോ. അതുകൂടി ഓർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇനേബിൾ ആക്കാവുന്നതാണ്. ലൈവ് ഇപ്പോൾ വരുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മണിക്കൂറൊക്കെ ആണല്ലോ ലൈവ് വരുന്നത്. അതല്ല, നിങ്ങൾ ഇടുന്ന മെസ്സേജിന് അപ്പോൾ തന്നെ റിപ്ലൈ ലഭിക്കണമെങ്കിൽ ടെലിഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ രാത്രി ഉണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ മോർണിംഗ് സിക്നസ് എന്നാണ് പറയുന്നത്. രാവിലെ അവൾ എഴുന്നേക്കുന്ന സമയം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഈ ഒരു സിംറ്റംസ് ആണ് ഈ മോർണിംഗ് സിക്നസ് എന്ന് പറയുന്നത്. നമുക്ക് തലകറക്കം, ക്ഷീണം, വോമിറ്റിംഗ് ടെൻഡൻസി, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഗ്യാസ് ട്രബിൾ, ഹാർട്ട് ബേൺ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് മോർണിംഗ് സിക്നസിന്റെ കാറ്റഗറിയിൽ പെടുന്നത്. എന്നാൽ നേരെ മറിച്ച് പല സ്ത്രീകൾക്കും മോർണിംഗിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതിരുന്നിട്ടും നൈറ്റ് ടൈമിൽ പ്രഗ്നൻസി ലക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്, ഡിസ്കംഫേർട്ട് ഉണ്ടാകുന്നുണ്ട്. അതിലെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ബ്രസ്റ്റ് ടെൻഡർനെസ് എന്ന് പറയുന്നത്. ഹോർമോൺ ലെവൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബ്രസ്റ്റിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഡേ 1 മുതൽ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് ബ്രസ്റ്റിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. തൊടുമ്പോൾ തന്നെ വേദന, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, നിപ്പിളിൽ വ്യത്യാസം, നിപ്പിളിന്റെ സൈസിൽ വ്യത്യാസം, നിപ്പിളിൽ ക്രാക്ക് വരുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതിൽ നിപ്പിളിൽ ഉണ്ടാകുന്ന നമുക്ക് ടെൻഡർനെസ് ഉണ്ടാകുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് കമിഴ്ന്ന് കിടക്കുന്ന ശീലമുള്ളവർക്കായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് കമിഴ്ന്ന് കിടന്ന് ഉറങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ഒരു സമയം മുതൽ കമിഴ്ന്ന് കിടക്കുമ്പോൾ ബ്രസ്റ്റിൽ ഒരു കല്ലപ്പ് പോലെ അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ പോലെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ലക്ഷണമാണ് നിപ്പിളിൽ ക്രാക്ക് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അതായത് നിപ്പിളിന്റെ അറ്റം വിണ്ട് വരുന്നത് പോലെ നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മൊത്തം, ഇപ്പോൾ ഡൽഹിയിലൊക്കെയാണ് കൂടുതൽ അതിശൈത്യം നമ്മുടെ ഈ ഒരു സമയത്തൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും നല്ല തണുപ്പ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു തണുപ്പ് കൂടുതലായിട്ട് വരുമ്പോൾ സ്കിന്ന് ഡ്രൈ ആവുന്നതിനും അതുപോലെ ഈ നിപ്പിളൊക്കെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് കൊണ്ടും അതിന്റെ സൈസ് ലാർജ് നന്നായിട്ട് ആകുന്നത് കൊണ്ടും നിങ്ങൾക്ക് ക്രാക്ക് പോലെ നിപ്പിളിൽ ഫീൽ ചെയ്യാം. നിപ്പിളിന്റെ അറ്റം വിണ്ട് വരുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യാം കേട്ടോ. ഈ ഒരു അസ്വസ്ഥതയൊക്കെ കണ്ടുവരുന്നവര് നിപ്പിളിലൊക്കെ നന്നായിട്ട് എണ്ണ ഇട്ട് കൊടുക്കുക. അതുപോലെ ശരീരമാണെങ്കിൽ ഫേസിലും അതുപോലെ കൈയുടെ ഭാഗത്തൊക്കെ നമ്മൾ എണ്ണ ഇട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് നമ്മളൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നില്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആകാനും ചൊറിച്ചിലുണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഈ നിപ്പിളിന് ക്രാക്ക് വരുന്നതോടൊപ്പം ആ നിപ്പിളിൽ തന്നെ നിങ്ങൾക്ക് ഇച്ചിങ് ഉണ്ടാവുന്നതും ഈ ഒരു സമയത്ത് നൈറ്റ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഡിസംബർ ആ ഒരു മാസത്തിലൊക്കെ ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കേട്ടോ.
മൂന്നാമതായിട്ടുണ്ടാവുന്ന ഒരു ലക്ഷണമാണ് തളർച്ച അല്ലെങ്കിൽ ക്ഷീണം എന്ന് പറയുന്നത്. എക്സ്ട്രീം ടയേർഡ്നെസ്, നമുക്ക് ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവും അതുപോലെ പ്രൊജസ്ട്രോണിന്റെ ഒക്കെ അളവും നന്നായിട്ട് ഇൻക്രീസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് രാവിലെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും രാത്രി ആകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ബെഡിലോട്ട് കിടന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ആയി പോകുന്നു. എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ടയേർഡ്നെസ്സും ക്ഷീണവും ഒക്കെ നമുക്കുണ്ടാവുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ബെഡിലോട്ട് കിടന്നാലോ നമുക്ക് ഉറക്കം വരാത്ത ഒരു കണ്ടീഷനും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഉറക്കം ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത് പോലെ ആൻസൈറ്റി നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു സൈഡും ചരിഞ്ഞ് മര്യാദക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഡിസ്കംഫേർട്ട് ഉണ്ടാവുക, എവിടെയെങ്കിലുമൊക്കെ കുത്തിക്കൊള്ളുന്നത് പോലെയോ അല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗത്തും ബ്രസ്റ്റിന്റെ ഭാഗത്തും ഒക്കെ ഒരു അസ്വസ്ഥത കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് പോലെ നമുക്ക് ഉറങ്ങാൻ ഒട്ടും തന്നെ പറ്റാത്ത ഒരു സിറ്റുവേഷൻസും അവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് നമുക്ക് മുട്ടിന്റെ ഭാഗത്തും അതുപോലെ കാഫിന്റെ ഭാഗത്തും ഒക്കെ നമുക്ക് ക്രാംസ് ഉണ്ടാവുക. കാൽമുട്ടിന്റെ ഭാഗത്തും ലെഗിന്റെ ഭാഗത്തും ഒക്കെ ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. രാത്രി ആകുന്ന സമയത്ത് നമ്മളിപ്പോൾ കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻസ് നന്നായിട്ട് ഉണ്ടാകാം. കാലുവേദന പലർക്കും അസഹനീയമായിട്ടും ഈ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാലിന്റെ ഡിസ്കംഫേർട്ടും പാദത്തിന്റെ ബുദ്ധിമുട്ടും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാലിൽ സോക്സ് ധരിച്ച് കിടക്കുന്നത് നല്ലതായിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു പില്ലോ എടുത്തത് കാലിന് താഴെ വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് നോക്കുക. അതും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ലെഗ് ക്രാംസ് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടാമത്തെ ബുദ്ധിമുട്ടാണ് റിലാക്സിൻ ഹോർമോൺ കൂടുന്നത് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആവാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകാറുണ്ട്. ഇതിന്റെ ഇൻക്രീസ് ബോഡിയിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകാം. അത് കാലിന്റെ ഭാഗത്ത് മാത്രമല്ല, എല്ലാ ജോയിന്റ്സിലും, നടുവിന്റെ ഭാഗം, കഴുത്തിന്റെ ഭാഗം, കൈമുട്ടിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യാം. അടുത്തതായിട്ട് ഈ ഒരു ഉണ്ടാകുന്നതിനുള്ള റീസൺ ആണ് നമുക്ക് ഫോളേറ്റിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ പ്രഗ്നൻസിയുടെ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസീസ് ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഏർലി സ്റ്റേജിൽ തന്നെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള അസ്വസ്ഥതകൾ ഡെവലപ്പ് ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പലരോടും പറയുന്നത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയം മുതൽക്ക് തന്നെ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് നാലാമതായിട്ടുണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണം. അഞ്ചാമതായിട്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് മൂക്കടപ്പ് പോലെ ഉണ്ടാവുക. ജലദോഷം ഉണ്ടാവുന്ന ചോദിച്ചാൽ ജലദോഷം ഉണ്ടാവുന്നില്ല, പക്ഷെ രാത്രി സമയത്തൊക്കെ ഒന്ന് മൂക്ക് അടഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാവുന്നത് പ്രഗ്നൻസിയിൽ പലർക്കും രാത്രി സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുന്ന സമയം മുതൽ മൂക്കിലോട്ട് നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. എല്ലാ വെയിൻസും എൻലാർജ് ആകാനായിട്ട് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മൂക്കിലൊക്കെ സ്വെല്ലിംഗ് ഉണ്ടാവുന്നതിന് ചാൻസ് കൂടുതലാണ്. ഇത് കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാകും. കാരണം നമ്മൾ എഴുന്നേറ്റിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് ബ്രീത്തിങ് ഇഷ്യൂസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ, ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നു, എഴുന്നേറ്റിരിക്കേണ്ട ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇപ്പോൾ മൂക്കടപ്പൊക്കെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെലൈൻ ഉണ്ടെങ്കിൽ സെലൈൻ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നന്നായിട്ട് ആവി പിടിക്കാനായിട്ടൊക്കെ നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇൻക്രീസ് ആയി കുറച്ചൊന്ന് കഴിയുമ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് നന്നായിട്ട് മാറിപ്പോയിക്കോളൂ കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുന്നതിന് മുൻപായിട്ട് ഡോക്ടറോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കണം. നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ട്, ഇത് ലൂട്ടിയൽ ഫേസ് ആണെന്നുള്ള കാര്യം പറയുന്നു കേട്ടോ. ലെഗ് പെയിൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പലരും പെയിൻ കില്ലേഴ്സ് എടുക്കാറുണ്ട്. മെഫിനാമിക് ആസിഡ് പോലുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെ നമ്മൾ ആവശ്യമില്ലാതെ എടുക്കുന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ബോഡിയിൽ ഇഷ്യൂസ് ഉണ്ടാകും. നമ്മുടെ റീപ്രൊഡക്ഷൻ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇത് ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നത് കാരണമാകും കേട്ടോ. അതുകൊണ്ട് ആഫ്റ്റർ ഓവുലേഷൻ എന്തൊക്കെ മെഡിസിൻ നിങ്ങൾ എടുത്താലും അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൾറെഡി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടും നിങ്ങളുടെ കയ്യിലുള്ള മെഡിസിൻസ് ആണെങ്കിലും നിങ്ങൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കണം. ഞാനിപ്പോൾ ലൂട്ടിയൽ ഫേസിലാണ് അല്ലെങ്കിൽ പ്രഗ്നൻസി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, മെഡിസിൻ എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിസിൻ എടുക്കാനായിട്ട് നോക്കണം. പല മെഡിസിൻസും പല ഡോസിലുള്ളതും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പറ്റുന്നതല്ല. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
അതുപോലെ നമ്മുടെ ചാനൽ ഇപ്പം മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പോയിട്ട് തന്നെ പോസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതൊന്ന് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ വീഡിയോയുടെ ലിങ്ക്, നമ്മുടെ ടെലിഗ്രാമിന്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലോട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.